ഈ 2025 ഉണ്ടല്ലോ, പല ടൈപ്പിലെ ആൾക്കാരെ പരിചയപ്പെട്ടിട്ടുള്ള ഒരു വർഷമായിരുന്നു എനിക്ക്. ഞാൻ ഇതിനു മുന്നേ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ടൈപ്പ് ആൾക്കാരെ ഞാൻ ജീവിതത്തിൽ കണ്ടു. ഞാൻ ബാംഗ്ലൂരായിരുന്നു പഠിച്ചത്. അവിടെ എൻ്റെ കൂടെ എൻ്റെ ചുറ്റുപാടും ഉണ്ടായിരുന്ന എൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കുറച്ച് പ്രോഗ്രസീവായി ചിന്തിക്കുന്ന ആൾക്കാരായിരുന്നു. പൊതുവേ ഞാൻ അവിടെ കണ്ടുമുട്ടിയിട്ടുള്ള ആൾക്കാരും ഇപ്പോഴും എൻ്റെ കൂടെ ഉള്ള ഫ്രണ്ട്സും എല്ലാവരും ഏകദേശം എൻ്റെ ഒരു രീതിയിൽ ചിന്തിക്കുന്നതും അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലും ഉള്ള ആൾക്കാരാണ്. പക്ഷെ ഞാൻ പിന്നെ കൊച്ചിയിൽ താമസിക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പൊ ഞാൻ ഈ താമസിക്കുന്ന ഫ്ലാറ്റിൽ തന്നെ പല ആൾക്കാർ വന്ന് നിന്ന് മാറി മാറി പോയിട്ടുണ്ട്. അതിൽ ചില ആൾക്കാര്, ആരുടെയും പേര് പറയണമെന്നൊക്കെ എനിക്കുണ്ട്, പക്ഷെ പേര് പറയാൻ പറ്റില്ല. ചില ആൾക്കാര് അവരെ തന്നെ പോർട്രേ ചെയ്യുന്നത് അവർക്ക് ബോയ്സ് ഫ്രണ്ട്സ് ഒന്നും ഇല്ല. അവര് ഭയങ്കര ഓഫീസിൽ നിന്ന് നേരെ ഫ്ലാറ്റിൽ വരുന്നു, ഫ്ലാറ്റിൽ നിന്ന് നേരെ ഓഫീസിൽ പോകുന്നു, അല്ലെങ്കിൽ വീട്ടിൽ പോകുന്നു. അല്ലാണ്ട് ചെക്കന്മാരുടെ കൂടെ അങ്ങനെ വലിയ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ല അവർക്ക്. ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ മീറ്റ് ചെയ്യാൻ വരുമ്പോഴോ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്, നമ്മള് ഇപ്പൊ ആരെങ്കിലും കൂടെ പുറത്തു പോയി എന്നൊക്കെ പറയുമ്പോഴും, ഓ എനിക്കങ്ങനെ ആമ്പിള്ളേർ ഫ്രണ്ട്സ് ഒന്നും ഇല്ല, നിങ്ങൾക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടല്ലേ. പക്ഷേ ഇങ്ങനെ പറയുന്ന ആൾക്കാരുടെ കാണാൻ വരുന്ന ഗസ്റ്റുകൾ എപ്പോഴും ചെക്കന്മാരായിരിക്കും. ഇവർ പുറത്ത് പോകുന്ന ഫുൾ ചെക്കൻ. ഇതൊന്നും എന്താ ഫ്രണ്ട്സ് അല്ലേ? അല്ല, ഇവർക്ക് ഇപ്പൊ ആമ്പിള്ളേർ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ എന്താ കുഴപ്പം? ആമ്പിള്ളേർ ഫ്രണ്ട്സ് ഉള്ളത് ഒരു വലിയ തെറ്റാണോ? നമ്മൾ ആരെങ്കിലും ജഡ്ജ് ചെയ്യോ? നിനക്ക് ആമ്പിള്ളേർ ഫ്രണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ അവളുടെ റൂമിൽ ഒരു ചെറുക്കൻ വന്ന ഞാൻ, അല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും ജഡ്ജ് ചെയ്യുന്നുണ്ടോ? നമുക്ക് ആരുടെ ലൈഫിൽ എത്തി നോക്കാൻ സമയമുണ്ടോ? പിന്നെ എന്തിനാ ഇങ്ങനെ? ഇപ്പൊ ആമ്പിള്ളേർ ഫ്രണ്ട്സ് ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അവാർഡ് കിട്ടാറുണ്ടോ? എന്തെങ്കിലും അവാർഡ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത് കൊടുക്കാം. എന്ത് ടൈപ്പ് ആൾക്കാരാണ് നമ്മുടെ ചുറ്റും?